എൻ്റെ പേര് സവിത ജോസഫ്. എൻ്റെ പേര് സംഗീത ജോസഫ്. അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നിയിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം പിരിയാൻ പറ്റില്ല. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. പഠന വൈകല്യത്തെയും പരിമിതികളെയും പൊരുതിത്തോൽപ്പിച്ചു വളർന്ന ഇരട്ട സഹോദരിമാർ ഒരേ ദിവസം ഒരേ വകുപ്പിൽ ഒരേ തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ചത് കൗതുകമായി. ഭീമനടി കൂരാങ്കുണ്ടിലെ കളരിമുറിയിൽ ജോസഫ് സുനി ജോർജ് ദമ്പതികളുടെ മക്കളായ സവിത ജോസഫും സംഗീത ജോസഫുമാണ് ചരിത്രം കുറിച്ചത്. നീതിന്യായ വകുപ്പിന് കീഴിൽ ഹോസ്ദുർഗ് കോടതി സമുച്ചയത്തിൽ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് തസ്തികയിലാണ് ഇരുവരും ജോലിയിൽ പ്രവേശിച്ചത്. ഞങ്ങളുടെ വീട്ടുപേര് കളരിമുറിയിൽ എന്നാണ്. ഇവരുടെ അച്ഛൻ ജോസഫ് കളരിമുറി, ഞാൻ സുനി ജോർജ്, സവിത ജോസഫ്, സംഗീത ജോസഫ്. ഞങ്ങൾക്ക് മൂത്ത ഒരു മോളുകൂടി ഉണ്ട്, കവിത ജോസഫ്. അവള് ബാംഗ്ലൂർ വർക്ക് ചെയ്യുകയാണ്. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേറൊരു സന്തോഷം കൂടെ ഉണ്ട്. ഞങ്ങൾക്കൊരു കൊച്ചു മോൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും കാര്യം പറയുകയാണെങ്കിൽ, പിന്നെ മൂത്തവളെ അപേക്ഷിച്ച് ഇവർ രണ്ടുപേരും പഠനത്തിൽ ഇച്ചിരി പിന്നോക്ക അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ചെറുപ്പകാലത്തിൽ തന്നെ ഇത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അത് അന്ന് മുതൽ ഞങ്ങൾ ഇവർക്ക് സപ്പോർട്ട് കൊടുത്താണ് കുറച്ച് പഠിപ്പിച്ച് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പം മറ്റു കുട്ടികളുടെ അത്രയും വലിയ വലിയ കോഴ്സുകൾക്ക് ചേർക്കുവാനോ പിന്നെ അങ്ങനെ പഠിപ്പിക്കാൻ വിടാനൊന്നും ഇവർക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇവരെ ഞങ്ങൾ +2 ശേഷം ഒരു മൾട്ടിമീഡിയ കോഴ്സിൽ 1.5 വർഷത്തേക്ക് ചേർക്കുകയും അവരത് പഠിച്ചു. കുറേയൊക്കെ അവർ പഠിച്ചു. പക്ഷെ ആ നിലയിൽ അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും കുറേ എഫേർട്ട് അതിലേക്ക് കൊണ്ടുവരണം. പക്ഷെ അതിനുള്ളൊരു സാധ്യത കുറവാണെന്ന് തോന്നിയപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആങ്ങള ബിബിൻ എന്ന് പറയുന്ന സാറ് ഭീമനടി ഇവിടെ അടുത്ത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോച്ചിങ് സെൻറ്റർ, PSC കോച്ചിങ് സെൻറ്റർ ആരംഭിച്ചതറിഞ്ഞ് ഞങ്ങൾ ഇവരെ അവിടെ ചേർത്തു. അപ്പോൾ അത് ഇവിടെ നിന്ന് അടുത്തുമാണ്. അപ്പോൾ ഇവർക്ക് യാത്ര എളുപ്പമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവരെ അവിടെ വിടുകയും ഇവരവിടെ ആദ്യമൊക്കെ വലിയ താല്പര്യം ഇല്ലായിരുന്നെങ്കിലും പിന്നീട് ഇവർക്ക് അത് പഠിക്കാനും അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ താല്പര്യമായി. അങ്ങനെ ഇവര് അവിടെ പഠിക്കുകയും അപ്പോൾ അവിടുത്തെ സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുപോലെ മറ്റ് എല്ലാവരും സപ്പോർട്ട് ചെയ്തതോടുകൂടി ഇവർക്ക് താല്പര്യം വർദ്ധിച്ച് അവരങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ പഠിക്കാനും ഇഷ്ടമായി. രാവിലെയൊക്കെ എഴുന്നേറ്റ് പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി. അങ്ങനെ ഈ കുറേ PSC പരീക്ഷകൾ എഴുതി, ഒരു 3-4 എഴുതി. അപ്പോൾ അങ്ങനെയാണ് ഇവർ ഇപ്പോഴത്തെ ഈ ലാസ്റ്റ് ഗ്രേഡിൻ്റെ എക്സാമിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയും തുടർന്ന് അവർക്ക് ഒരു കോടതിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു. 2 പേർക്കും ഈയിടെ കോടതിയിൽ ജോലി ലഭിച്ചു. മരക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് +2 പൂർത്തിയാക്കി കഴിഞ്ഞപ്പം ആ കാലം ഏതാണ്ട് ഒരു കോവിഡ് കാലവുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇവർക്ക് പിന്നെ ഒരു ഡിഗ്രി ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഡിഗ്രി ഉണ്ട്, ഇവർക്കും ഒരു ഡിഗ്രി കിട്ടുമായിരിക്കും കുറച്ച് നന്നായി ശ്രമിച്ചാൽ. പക്ഷേ ഇവർക്ക് അതിനോട് എത്ര താല്പര്യം ഉണ്ടാകുമെന്ന് എനിക്ക് സംശയം തോന്നി. അപ്പോൾ എൻ്റെ മൂത്ത മകളും പറഞ്ഞു ഇവർക്ക് കമ്പ്യൂട്ടർ രംഗത്ത് കുറച്ച് അഫിനിറ്റി ഉണ്ട്, നമുക്ക് അവരെ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കുറച്ചും കൂടെ ക്ലിക്കാവാൻ സാധ്യത ഉള്ളത്. അങ്ങനെ ഒരു ഡിപ്ലോമ മൾട്ടിമീഡിയ കോഴ്സ് കോഴിക്കോട് വിസ്മയം എന്ന് പറഞ്ഞൊരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ അവർ ഒരു 1.5 വർഷം കൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ അവിടുത്തെ അധ്യാപകർ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും പിന്നെ കമ്പനികളിൽ അവർ നമ്മളെ സജസ്റ്റ് ചെയ്തു തരാം, സ്റ്റുഡിയോ അല്ലെങ്കിൽ അത് കൂട്ടുള്ള സ്ഥാപനങ്ങളിൽ അവർക്കൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇവർ പിന്നെ ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് ഞാനങ്ങനെ നിന്ന് ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ PSC കോച്ചിങ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇവരെ വിടാൻ വേണ്ടി പിന്നെ ടീച്ചർ എൻ്റെ വൈഫിൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത്. അങ്ങനെയാണ് ഇവർ ഈ PSC കോച്ചിങ് രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും. സ്വാഭാവികമായി അവർ എന്താ പറയുക, ഏതിലും ഒരു ചെറിയ ഒരു കൂളിംഗ് പീരീഡ് ഉണ്ടാവല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു 6 മാസം അവർ ചെറിയ ഒരു എന്താ പറയുക അത്ര വലിയ താല്പര്യം പ്രകടിപ്പിക്കാതെ ഇരുന്നിട്ട് പിന്നെയുള്ള കാലത്ത് അവർ നല്ല ശുഷ്കാന്തിയോടെ ഈ കോച്ചിങ്ങിൽ പങ്കെടുക്കുകയും പഠിക്കുകയും അവർ പറഞ്ഞിരിക്കുന്ന ഹോംവർക്കുകളൊക്കെ ചെയ്ത് ഈ രംഗത്തോട് നല്ല ഒരു മത്സരബുദ്ധിയോടെ തന്നെ രംഗത്ത് വരികയും ഇത് നേടിയെടുക്കുകയും ചെയ്തു. ഒരു LP അല്ലെ UP ലെവലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ പറഞ്ഞു കൊടുത്താൽ ഇവർക്കത് ഗ്രാസ്പ് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇവര് ഒരു എന്താ പറയുക ഒരു +2 ആ ലെവൽ കൊണ്ടൊക്കെ അതിൻ്റെ ഒന്നും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല.
ഇവരുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഒന്നാമത് ഇവർ കാലിക്കറ്റിൽ ഈ 1.5 വർഷത്തെ ഡിപ്ലോമ കോഴ്സിന് പോയത് ഇവർക്കൊരു എക്സ്പോഷർ കൊടുത്തു. കാരണം ഇവർ സ്വന്തം ട്രെയിനിന് കയറി ഈ നീലിച്ചരത്തുനിന്ന് കാലിക്കറ്റിന് പോവുക, തിരിച്ച് കാലിക്കറ്റിൽ നിന്ന് തിരിച്ചു വരിക. അപ്പം ഇവർ ശരിക്കും ഈ വീടിൻ്റെ അല്ലെങ്കിൽ ഒരു കാഞ്ഞങ്ങാടിനപ്പുറം യാത്ര ചെയ്യാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ കോഴിക്കോടേക്ക് ഒറ്റയ്ക്ക് പോയി വരുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടി എക്സ്പോഷറായി സ്വാഭാവികമായി ഈ PSC കോച്ചിങ്ങിലേക്ക് എത്തി. പക്ഷെ എനിക്ക് ആദ്യമൊക്കെ ഇവർ പരീക്ഷ എഴുതി. അപ്പൊ പരീക്ഷ എഴുതിയിട്ട് അന്ന് തന്നെ ആൻസർ കീ വരും. ആൻസർ കീ വരുമ്പം ഇവരെ നോക്കിയിട്ട് പറയും 50 മാർക്ക്. അപ്പം അവർ 50 മാർക്കൊന്നും ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ പോരാ എന്ന് എനിക്കറിയാം. കാരണം കട്ട് ഓഫ് എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ ഉയർന്നതായിരിക്കും. അങ്ങനെ ഈ ലാസ്റ്റ് ഗ്രേഡിന്റെ ഒക്കെ എത്തിയപ്പോഴത്തേക്ക് ഇവരുടെ ആൻസർ കീ വെച്ച് ഇവർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയൊക്കെ മാർക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി ഇവർക്ക് ഇതിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 1 or 2 തവണ ഈ ലാസ്റ്റ് ഗ്രേഡ് തന്നെ എഴുതിയിട്ട് ചിലപ്പോൾ ഇവർക്ക് കയറാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ ബ്രഷപ്പ് ചെയ്ത്. പക്ഷേ അവർക്ക് ആദ്യത്തെ ഈ ലാസ്റ്റ് ഗ്രേഡ് കൊണ്ട് തന്നെ ഇവർ ഏതാണ്ട് 6 or 7 പരീക്ഷ എഴുതി. ഈ ലാസ്റ്റ് ഗ്രേഡിന്റെ ഈ ഒറ്റ എക്സാമിൽ തന്നെ അവർക്ക് കയറാൻ പറ്റി. ഒരേ വീട്ടിലെ ഒരേ ട്വിൻസായ ആൾക്കാർ PSC റാങ്ക് ലിസ്റ്റിൽ തൊട്ടടുത്ത റാങ്കുകളിൽ വരുന്നു. അവർക്ക് ഒരേ ദിവസം അപ്പോയിൻമെന്റ് കിട്ടുന്നു. അവർ ഒരേ സ്ഥലത്ത് തൊട്ടടുത്ത കോടതികളിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് തന്നെ, കാരണം മാധ്യമങ്ങളിലൊക്കെ പിന്നെ എന്താണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു സെൻസേഷന്റെ കാലമായതുകൊണ്ട് ഒരു സെൻസേഷൻ വാർത്തയായി വന്നു. ദൈവാനുഗ്രഹം എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അസാധ്യമായ കാര്യങ്ങളാണ്. കാരണം എല്ലാവരും ഇന്ന് ഒത്തിരി പഠിക്കുന്നുണ്ട്, പക്ഷേ പരീക്ഷകൾ എഴുതുന്നുണ്ടെങ്കിലും അതിനിടയിൽ നിന്നും ദൈവം ഇവരെ തെരഞ്ഞെടുത്തത് തന്നെയാണ്. ഞങ്ങൾക്ക് അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വേറെ ഒരു കാര്യവും ഇല്ല അതിനകത്ത്. കാരണം ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ട്. ഇവർക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവരെ കൊണ്ട് അത്രയും പറ്റുന്നില്ല. പഠിക്കണം, ഓരോ കാര്യങ്ങളും ചെയ്യണമെന്ന് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഇവർ പറയും അമ്മ അവരുടെ അങ്ങനെ അവിടെ വിജയിച്ചു, അവിടെ ഡാൻസിന് ഫസ്റ്റ്, പാട്ടിന് ഫസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നാറുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തി. ആരും അറിയപ്പെടാതെ ഇരുന്നവർ ഇന്ന് ചെറിയൊരു ജോലി, ചെറിയെന്ന് പറയത്തില്ല, വലിയൊരു ജോലിയാണ് എങ്കിൽ പോലും അതിൽ കിട്ടുകയും അതിലേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തത് ശരിക്കും ദൈവാനുഗ്രഹം എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഇവർ പള്ളി പോകാൻ ഇവർക്ക് നല്ല താല്പര്യമാണ്. എല്ലാ ദിവസവും പള്ളി പോകും. ഇവിടെ ഒരു ആശ്രമ ദേവാലയം അടുത്തുണ്ട്. അതുകൊണ്ട് ആരുടെ സപ്പോർട്ട് കൂടാതെ ഇവർക്ക് പോകാൻ പറ്റും. പിന്നെ 2 പേരും എല്ലാ ദിവസവും പള്ളി പോകും. ആശ്രമത്തിലെ അച്ഛന്മാരും ഞങ്ങളുടെ വികാരി അച്ഛനും കൊച്ചച്ഛന്മാരുടെ ഒക്കെ ഒരുപാട് സപ്പോർട്ടുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇന്ന് ഇവർ നേടിയിരിക്കുന്ന ഈ വിജയത്തിൽ എത്തിച്ചേരാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോയിൻമെന്റ് കിട്ടി എന്നുള്ള വാർത്ത കേട്ടിട്ട് ഭയങ്കര അതിയായ സന്തോഷമായിരുന്നു. കാരണം ഒരിക്കലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു അസാധ്യമായ കാര്യം സാധിച്ചു കിട്ടിയതിലെ ഒരു സന്തോഷം, അതൊരു വലിയ സന്തോഷം തന്നെയായിരുന്നു. ഒരുപാട് വേദന ഇവരെന്താകും എന്നുള്ള ചിന്തയും എങ്ങനെയാകും എന്നുള്ള വിഷമം കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വിവരം അറിയുന്നത്. അത് മാത്രമല്ല, ഇവരുടെ കാറ്റലിസ്റ്റിലെ പരിശീലകനായിരുന്ന ബിബിൻ സാർ എപ്പോഴും പറയും ടീച്ചറെ ഇവർക്ക് കിട്ടും എന്ന് പറയുമെങ്കിൽ സാർ അങ്ങനെ കിട്ടുമെന്ന് പറയുന്നുണ്ട്, കിട്ടുമായിരിക്കും എന്നുള്ള ഒരു ഒറ്റ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഡിസംബർ 3-ാം തീയതി ഞാൻ രാവിലെ ബസ്സിൽ കയറി സബ് ജഡ്ജിന്റെ മുമ്പിൽ ജോയിൻ ചെയ്ത് പ്രതിജ്ഞ ചൊല്ലി ജോയിൻ ചെയ്തു. ഇവിടെ കോടതിയിൽ മുൻസിപ്പിന്റെ മുമ്പിൽ പ്രതിജ്ഞ ചൊല്ലി ജോയിൻ ചെയ്തു. എല്ലാവരും കൗതുകത്തോടെ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജോലിക്ക് കയറിയ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞങ്ങള് കോട്ടയം രൂപതയുടെ സിസ്റ്റർമാര് ഉള്ള ഒരു കാരിത്താസ് എന്ന് പറഞ്ഞ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം മാവളപ്പള്ളിയില് ഒരു ജോലി ലഭിക്കാൻ വേണ്ടി നിയോഗം എഴുതിയിട്ടിരുന്നു. ഇപ്രാവശ്യം സാക്ഷ്യമായിട്ട് അച്ഛൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞിരുന്നു. KCയിൽ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയച്ഛൻ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പം KCന്റെ ആൾക്കാരും കൊച്ചച്ഛനും വലിയച്ഛനും ആദരിക്കാൻ വേണ്ടി വന്നിരുന്നു. പഠിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം നല്ലൊരു ജോലി കിട്ടി, ആ വിഷമൊക്കെ മാറി. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയപ്പോ വളരെ സന്തോഷം തോന്നിയിരുന്നു. സാറിനെ വിളിച്ചു പറഞ്ഞു, പിന്നെ ബന്ധുക്കളോട് വിളിച്ചു പറഞ്ഞു, ഫ്രണ്ട്സിനോട് വിളിച്ചു പറഞ്ഞു, കുറെ പേരോട് വിളിച്ചു പറഞ്ഞായിരുന്നു. പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങള് പ്രാർത്ഥിക്കുമായിരുന്നു ജോലി ലഭിക്കാൻ വേണ്ടി. PSC കോച്ചിങ്ങിന് ചേർന്ന സമയത്ത് മാത്സ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം പിരിയാൻ പറ്റില്ല. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്.
ഇവർക്ക് നമ്മൾ ആദ്യം ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇവർക്ക് ഗ്രഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ചെറുപ്പകാലത്തിൽ ഇത് മനസ്സിലായതോടുകൂടി തന്നെ ഒത്തിരി സപ്പോർട്ട് വേണമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ കൂടുതലും കുറേ സമയം ഇവർക്ക് വേണ്ടി ചെലവഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് തന്നെ കൊണ്ടുപോയി. കാരണം ഒത്തിരി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് പോയാൽ ഇങ്ങനെയുള്ള കുട്ടികൾ കുറച്ച് സ്കൂളിൻ്റെ കുറ്റം കൊണ്ടല്ല, നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അവരെ അത്രയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അധ്യാപകരുടെയോ വിദ്യാലയത്തിൻ്റെയോ പ്രശ്നമല്ല അത്. കാരണം കുറഞ്ഞ കുട്ടികളുള്ളപ്പോൾ ആ കുട്ടികളെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കി അവരുടെ കുറവുകൾ എന്താണെന്ന് കണ്ടെത്തി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതൊരു ടീച്ചർ ആയതുകൊണ്ട് എനിക്കത് നന്നായിട്ടും അറിയാം. അപ്പം എനിക്കിത് മനസ്സിലായതോടുകൂടി ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നതിനോടൊപ്പം സ്കൂളിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം എൻ്റെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. ഇവിടുന്ന് വേറെ സ്കൂൾ അടുത്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ സ്കൂളിലേക്ക് തന്നെ കൊണ്ടുപോയി. അവിടുന്ന് നമുക്കത് മനസ്സിലായി. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിന്നെ ഞാൻ അതുപോലെയുള്ള ചെറിയ ചെറിയ സ്കൂളുകളിലാണ് ആദ്യം പിന്നീട് ചേർത്തുകൊണ്ട് വന്നത്. കാരണം അവിടുത്തെ അധ്യാപകരുമായിട്ട് നമുക്ക് കൂടുതൽ ഇടപഴകി കാര്യങ്ങൾ പറയാനും ഇവർക്കൊക്കെ ഒരു സപ്പോർട്ട്. പിന്നെ ഇവർക്കൊക്കെ ഈ കലാപരിപാടികളിലും ഒക്കെ ഒത്തിരി പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു മത്സരത്തിന് പോകുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചവരെ അല്ലേ എടുക്കുകയുള്ളൂ. എല്ലായിടത്തും അങ്ങനെയാണല്ലോ, അതല്ലേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ചെറിയ വിദ്യാലയങ്ങളിൽ പഠിക്കുമ്പോൾ ഇവർക്കും ഒരു ചെറിയ അവസരം അവിടെ കിട്ടും. അങ്ങനെ കണ്ടുകൊണ്ടും കൂടിയാണ് അങ്ങനെയൊക്കെ തെരഞ്ഞെടുത്ത് ഞങ്ങൾ വിട്ടു. അപ്പൊ അവിടെയൊക്കെയും അവർക്ക് ഓരോ പരിപാടിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയും കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കിട്ടുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ സമ്മാനം കിട്ടുക എന്നുള്ളതൊക്കെ ഭയങ്കര താല്പര്യമുള്ളതായിരുന്നു എല്ലാവരെയും പോലെ ഇവർക്കും. അപ്പൊ അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു സമ്മാനങ്ങളൊക്കെ നേടി അങ്ങനെയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ താല്പര്യവും ഉത്സാഹവും ഒക്കെ വന്നു. എൻ്റെ മൂത്ത മകള് ഒരു 2021 വിവാഹിതയായതായിരുന്നു. അവരുടെ ഹസ്ബൻഡ് ബാംഗ്ലൂർ ജോലി ചെയ്യുകയാണ്. അവർക്ക് ഏതാണ്ട് 4 വർഷത്തിൽ പെട്ടെന്ന് ഈ വർഷമാണ് കുട്ടി ഉണ്ടായത്. കഴിഞ്ഞ നവംബർ 18 കുട്ടി ഉണ്ടാകുന്നത്. ഈ കുട്ടി ജനിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാറ്റലിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബിപിൻ മാഷ് വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് PSC അഡ്വൈസ് മെമ്മോ ആയിട്ടുണ്ട് കേട്ടോ, മിക്കവാറും ഒരു മാസത്തിനുള്ളിൽ അപ്പോയിൻമെൻ്റ് ആവും. അപ്പം സാർ പറഞ്ഞു, നിങ്ങൾ PSC നിങ്ങളെ ഇൻഡിവിജ്വൽ പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്തോളൂ. അപ്പം ഇവർ വേഗം ചെക്ക് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാഷോടും പറഞ്ഞു, ഇല്ല മാഷേ, അതിലൊന്നും സമയമായിട്ടുണ്ടാവില്ല. അപ്പം പുള്ളി എവിടുന്നാണോ അത് എടുത്തെന്നറിയില്ല, ഇതിൻ്റെ അഡ്വൈസ് മെമ്മോ ഇവർക്ക് അയച്ചു എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ ഉടനെ ഇവരെ വിളിച്ചു, ഇവർക്ക് അഡ്വൈസ് ആയെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ പ്രൊഫൈലിൽ അഡ്വൈസ് മെമ്മോ വന്നു. അപ്പോൾ ശരിക്കും ഈ കുട്ടി ജനിച്ച അന്ന് മാഷ് ഇവർക്ക് ജോലി അഡ്വൈസ് മെമ്മോ ആയെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് ഫിസിക്കലായി അനുഭവപ്പെടുന്നത് 2 ദിവസത്തിനുള്ളിൽ അവർക്ക് അഡ്വൈസ് മെമ്മോ അവരുടെ പ്രൊഫൈൽ വന്നു. നമ്മൾ ഭയങ്കര സന്തോഷമായി. അപ്പം എന്നാലും അതിൽ പറയുന്നുണ്ട് 90 ദിവസത്തിനുള്ളിൽ കോടതിയിലേക്കാണ് അവരെ അഡ്വൈസ് ചെയ്തത്. 90 ദിവസത്തിനുള്ളിൽ ജില്ലാ കോടതിയിൽ നിന്നുള്ള അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഏതാണ്ട് ഒരു 20 ദിവസത്തിനുള്ളിൽ തന്നെ അപ്പോയിൻമെന്റ് ഓർഡറും വന്നു. അപ്പം നമുക്ക് ശരിക്കും എൻ്റെ മകളുടെ കുട്ടിക്ക് അവർ പേരിട്ടത് ക്രിസ്ത്യൻ തോമസ് ആണ്. നമുക്ക് തന്നെ തോന്നി അവനൊരു ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു കുഞ്ഞൻ പയ്യനാണല്ലോ എന്ന് തോന്നി. ഞങ്ങൾക്ക് 2 ചേട്ടനച്ഛന്മാരുണ്ട്, പ്രിയേഷച്ചനും പ്രിൻസച്ചനും. ഒരാള് പടന്നക്കാട് പള്ളിയിലും ഒരാള് ജർമ്മനിയിലും ആണ്. ചെറുപ്പത്തിൽ സത്യത്തിൽ ഇവര് ചില സമയത്ത് 2 പേർക്കൂടെ കാണാതിരിക്കാൻ മേലാത്തൊരവസ്ഥയുണ്ട്. ചില സമയത്ത് 2 പേരും കൂടെ നല്ല യുദ്ധമായിരിക്കും. പിന്നെ ഒരാള് എല്ലാവരോടും നല്ല കാര്യമായിട്ട് സംസാരിക്കും, മറ്റേയാൾ അധികം സംസാരിക്കില്ല, ആവശ്യത്തിന് മാത്രം. ഒരാൾക്ക് നല്ല കൃത്യമായ ഒരു കറക്റ്റ് ടൈമിംഗ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം, പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ കുറച്ച് പഠിക്കാൻ പുറകോട്ടുള്ളവരെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ തന്നെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ, അങ്ങനെ അതുകൊണ്ടാണോ എനിക്ക് ഇത്രയും ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട വരുന്ന ഒരു മക്കളുണ്ടായെന്ന് പോലും ഞാൻ പലപ്പോഴും, അതൊന്നും നമ്മുടെ മനസ്സിൽ മാത്രം വരുന്ന ഒരു ചിന്തയാണ്. അങ്ങനെ വന്നത്. അപ്പൊ ഞാൻ സ്കൂളിലാണേലും എൻ്റെ ക്ലാസ്സിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഞാൻ കുറേ പറഞ്ഞു കൊടുക്കും, പറ്റുന്നത്രയും പറഞ്ഞു കൊടുക്കും. പ്രത്യേകിച്ച് ഇനി ഇവരും കൂടെ ഉണ്ടായി കഴിഞ്ഞപ്പം എനിക്ക് അങ്ങനെയുള്ള മാതാപിതാക്കളുടെയും അങ്ങനെയുള്ള കുട്ടികളുടെയും വിഷമം കൂടുതലും മനസ്സിലായി തുടങ്ങി. അപ്പൊ ഏത് രക്ഷിതാവിനും അവരുടെ കൊച്ചുങ്ങൾ വായിക്കാൻ അറിയത്തില്ലെങ്കിൽ ആ കുട്ടി വായിക്കുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അല്ലെ എഴുതാൻ അറിയത്തില്ല, ആ കുട്ടി എഴുതുന്ന കാണുമ്പം ഏതൊരു രക്ഷിതാവിനും അതൊരു സന്തോഷമാണെന്ന് മനസ്സിലാക്കി തുടങ്ങി. അപ്പൊ ഞാനും
പരമാവധി എനിക്ക് പറ്റുന്ന പോലെ ഇവർക്ക് ഇംഗ്ലീഷ് വായിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മലയാളമൊക്കെ വായിക്കും എങ്കിലും ഇംഗ്ലീഷ് വായിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതിന് പറ്റുന്ന തന്ത്രങ്ങൾ എങ്ങനെയാണെന്ന് എവിടുന്നാണോ നമ്മൾ കണ്ടുപിടിച്ച് ആ രീതിയിലേക്ക് കൊണ്ടുവന്ന് ഇവരെ ആക്കിയെടുത്തു. പരമാവധി അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ള രീതിയിലേക്ക് വന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ ചെയ്യിച്ച് അവർക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ ആ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ മുമ്പിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നു. ഭയങ്കര ആദ്യം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പൊ PSCയുടെ ഓൺലൈൻ ബാച്ചിൽ ചേർന്നിട്ടുണ്ട്. ഇനി അടുത്ത കുറച്ച് എക്സാമും കൂടി എഴുതണമെന്നുണ്ട്. ഇത്തരത്തിലുള്ള നമുക്ക് കുറവുകളുള്ള മക്കളെ നമുക്ക് രക്ഷിതാക്കൾക്കാണേലും അധ്യാപകർക്കാണേലും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ അവരുടെ കുറവുകൾ മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്തി അവന് കഴിവില്ല എന്ന് പറഞ്ഞ് പിന്തള്ളാതെ അവർക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവന്നാൽ അവർക്ക് പറ്റുന്ന ഒരു വിജയത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് എൻ്റെ ഈ മക്കളുടെ ജീവിതം എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ ജോലിയൊക്കെ കിട്ടിയപ്പോഴും.